ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വീട്ടിൽ ഒരു കോമണറായിട്ട് വന്ന ആളാണ് റസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രത്യേകതകൾ കൂടുതലാണ്. 70 ദിവസത്തോളം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ആദ്യത്തെ കോമണർ എന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെ പറയേണ്ട ഒരാൾ തന്നെയാണ് റസ്മിൻ. എന്നാൽ ഈ റസ്മിന്റെ ചില നേരത്തെ വൃത്തികെട്ട ഗെയിമുകൾ കാരണം റസ്മിന്റെ പേര് പോയി. ബിഗ് ബോസ് വീട്ടിൽ നിന്നും എപ്പോഴേ പുറത്തു പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ആര്? റസ്മിൻ. ഈ പവർ റൂം എന്ന് പറയുന്ന ഒരു സംഭവവും ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സംഭവവും ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴേ പ്രേക്ഷകരെടുത്ത് വെളിയിൽ കളഞ്ഞേനെ. അതാണ് എന്റെ അഭിപ്രായം. കാരണം ഇതുപോലെ വൃത്തികെട്ട ഒരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ല. നല്ല രീതിയിൽ ഇവർ കളിച്ചു എന്ന് പറയുന്നത് ഒന്നുമില്ല. കുറെ ഫ്രണ്ട്സിന്റെ വലയത്തിൽപ്പെട്ട് അവർക്ക് വേണ്ടി കളിക്കുന്നു എന്നതിനുപരി അവരവിടെ എന്താണ് കാട്ടിയത്? എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ? പിന്നെ ജിൻഡോയോട് കൂടുതലായിട്ട് തട്ടിക്കേറി. ജിൻഡോയ്ക്കെതിരെയായിട്ട് അവർ കളിച്ചു. ജിൻഡോയ്ക്കെതിരെ എന്തൊക്കെ അവർ മോശമായിട്ട് പറഞ്ഞത്? പവർ റൂമിൽ വെച്ച് ജിൻഡോയ്ക്കെതിരെ കളിച്ചു. അങ്ങനത്തെ ഒരു മത്സരാർത്ഥിയാണ്. ഒരു സ്വന്തം ടീമിലുള്ളവർക്ക് എതിരെ കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അവർ. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ജിൻഡോയ്ക്കെതിരെ പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ പവർ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങും, അന്ന് നിങ്ങൾ വെളിയിൽ പോകുമെന്ന്. ഇപ്പോഴിതാ റസ്മിനെ ഇപ്പോൾ പ്രേക്ഷകരെടുത്ത് വെളിയിൽ കളഞ്ഞിരിക്കുകയാണ്. ഇതുവരെ പ്രേക്ഷകരെ വെറുപ്പിച്ചതിന്റെ ഫലമായിട്ട് പ്രേക്ഷകരെടുത്ത് ഇപ്പോൾ വെളിയിലോട്ടിട്ടു. ഇതിനു മുമ്പ് ജിൻഡോയെ എടുത്ത് വെളിയിൽ കളയണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഇപ്പോൾ റസ്മിനാണ് വെളിയിലേക്ക് പോയിരിക്കുന്നത്. 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ അത് കാണിക്കത്തില്ല. ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന കാര്യങ്ങളും ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ എന്തുവായാലും റസ്മിൻ പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ.